നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന യൂക്കാലിപ്റ്റസ് തൈലത്തെക്കുറിച്ച് അറിയാത്തവർ നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കമാണ്. യൂക്കാലിപ്റ്റസ് വൃക്ഷത്തിൻ്റെ ഇലയിൽ നിന്നും ഇളം തണ്ടിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന സുഗന്ധ തൈലമാണ് നമ്മൾ ഔഷധത്തിനായി ഉപയോഗിക്കുന്നത്. മിർട്ടേസിയ കുടുംബത്തിൽപ്പെടുന്ന യൂക്കാലിപ്റ്റസ് ഗ്ലോബുലസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. തൈലപർണി, ഗന്ധപർണി എന്നൊക്കെയാണ് അതിൻ്റെ സംസ്കൃതത്തിലുള്ള പേര്. ഓസ്ട്രേലിയയാണ് ഇതിൻ്റെ ജന്മദേശം. കേരളത്തിലെ മൂന്നാറിലും ദേവികുളത്തും ആണ് കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നത്. തെക്കേ ഇന്ത്യയിലെ നീലഗിരി, കർണാടക എന്നിവിടെയെല്ലാം ഇത് ധാരാളമായി വളരുന്നു. 45 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണിത്. ഇതിൻ്റെ തൊലി ഇളം ചാര നിറത്തിലാണ്. കാലക്രമേണ ഇതിൻ്റെ തൊലി ഉരിഞ്ഞുപോയിക്കൊണ്ടിരിക്കും. സ്വതവേ അധികം വളയാതെ കുത്തനെയാണ് ഇത് വളരാറുള്ളത്. ഇതിൻ്റെ തടിക്ക് അധികം ഭാരമില്ല. ചാരനിറത്തിലാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ ഇലകൾക്ക് 15 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ നീളവും 1.5 മുതൽ 2.5 സെൻറ്റിമീറ്റർ വരെ വീതിയുമാണ് ഉള്ളത്. ഇലകളുടെ അഗ്രം കൂർത്താണ് ഇരിക്കുന്നത്. ഇല ഞെരടിയാൽ സുഗന്ധമുണ്ടാകും. ഇലകളുടെ ആകൃതിയും വലിപ്പവും വളരുന്ന പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പുഷ്പങ്ങൾ പത്രകക്ഷത്തിൽ നിന്ന് ഒറ്റയായോ കുലകളായോ കാണപ്പെടുന്നു. ബാഹ്യതളം കുഴൽ പോലെയാണ്. വിരിഞ്ഞാൽ ഉടൻ തന്നെ കൊഴിഞ്ഞു പോകുന്നതാണ്. ഇളം മഞ്ഞ നിറമാണ് പൂക്കൾക്കുള്ളത്. ഫലം ചെറിയ ക്യാപ്സ്യൂളുകളാണ്. ചെറിയ വിത്തുകളും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലയിൽ ബാഷ്പസുഗന്ധ തൈലം, ചാരായം, കൊഴുപ്പ്, ഹൈനിൻ, സ്റ്റെറിൻ എന്നീ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ തൈലത്തിൽ യൂക്കാലിപ്റ്റോൾ എന്ന ഘടകമാണ് അടങ്ങിയിട്ടുള്ളത്. കഫവാത രോഗത്തെ ശമിപ്പിക്കുന്നു. ചെറിയ തോതിൽ അണുനാശന ശക്തിയുമുണ്ട്. വേദനാശമനമാണ്. ഇവ ദഹനേന്ദ്രിയ ശക്തി വർദ്ധിപ്പിക്കുകയും ശരീരസന്താപം കുറയ്ക്കുകയും ശ്വാസകോശത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഇല, നാമ്പ്, തൈലം എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. യൂക്കാലി തൈലം ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട 1-2 ഉപയോഗം പറയുകയാണെങ്കിൽ ഇത് ശരീരത്തിന് ഉന്മേഷം കൊടുക്കുന്നു. ഇതിൻ്റെ ഈ ഗന്ധം അരോമ തെറാപ്പിയിൽ വരുന്നത് വെറുതെ അതിൻ്റെ മണം കേട്ടാൽ തന്നെ നമ്മുടെ ഈ നെർവസ് സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ ഹാർട്ട് ബീറ്റ് അത്യാവശ്യം ഈ ഹാർട്ട് ബീറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് അത് നല്ലോണം ഇടിക്കും ഇതിൻ്റെ ഈ മണം കേട്ടാൽ. അതുപോലെ ഈ ക്രോണിക് ഫെറ്റിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അതായത് പണിയെടുത്ത് ശരീരം തളർന്ന ആൾക്കാർക്ക് ഈ യൂക്കാലി തൈലം ഒരു 10 തുള്ളി ഒഴിച്ചിട്ട് ചൂട് വെള്ളത്തിൽ വെച്ച് അത് കഴിഞ്ഞ് കിടന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പഴയ ഉന്മേഷം കിട്ടും. ഈ മസിലൊക്കെ നല്ലോണം ഈ മസിലിൽ കിടക്കുന്ന ലാക്റ്റിക് ആസിഡൊക്കെ ഒഴിവായിട്ട് മസിലൊക്കെ നല്ല ബലം കിട്ടും. പിന്നെ ഈ നീരും വേദനയുള്ള ഭാഗത്ത് ഈ യൂക്കാലി തൈലം പരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നീര് വേദന കുറയും. അതുപോലെ ജലദോഷം തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ലേശെടുത്ത് മൂക്കിലും അതുപോലെ തലയിലും പരട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം നിൽക്കും. പിന്നെ ഈ വൃഷണവീക്കുള്ള ആൾക്കാർക്ക് ഇതിന് തൈലം ആ വൃഷണത്തിൽ പറ്റിയിട്ട് ചൂടുവെള്ളത്തിൽ ഇറങ്ങിയിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കുറയും.